പ്രതിഭാഗം കരുതുന്നത് ഈ ദൃശ്യങ്ങൾ കോടതിക്ക് മുന്നിൽ എത്തിച്ചാൽ അല്ലെങ്കിൽ കോടതിയോട് ഈ ദൃശ്യങ്ങൾ കാണാൻ ആവശ്യപ്പെട്ടാൽ അതിൽ ഇപ്പോൾ വാക്കുകൾ വേർഡ് ടു വേർഡ് ഓരോ വാക്കും എടുത്ത് നോക്കിയാൽ അശ്ലീലം ഒന്നുമില്ല, ആ തരത്തിലൊരു വാദമാണ് ഉന്നയിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഈ ദ്വയാർത്ഥ പ്രയോഗം എന്നതിന് അതിൽ കൂടുതൽ മാനങ്ങളുണ്ടല്ലോ. കോടതി അത് പരിഗണിക്കുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെ കണക്കിലെടുക്കേണ്ടി വരും. കാരണം കോടതി അത് പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ പറഞ്ഞതുപോലെ ഈ വേർഡ് ടു വേർഡ് എന്നതിനേക്കാളും അപ്പുറം ഇതിൽ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കൃത്യമായും ഈ പ്രയോഗങ്ങളിലൂടെ തന്നെയാണ് അത് പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. അതിന്റെ ഒരു സാരാംശം കോടതി മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇതിൽ ഒരു റിമാൻഡിലേക്ക് അടക്കം പോകാനുള്ള മുഴുവൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളല്ലെന്ന് ആവർത്തിച്ച് പ്രതിഭാഗം ഇത് പറയുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഇതിന്റെ ഒരു ഫേസ്ബുക്ക് ലിങ്ക് അടക്കം ഹാജരാക്കുകയും എല്ലാം തന്നെ ചെയ്യുക. കാരണം അങ്ങനെ നോക്കുമ്പോൾ അതിൽ മറ്റു കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് ഒരു ഭാഗത്ത് സമർത്ഥിക്കാൻ കഴിയുകയും ചെയ്യും. പക്ഷെ അങ്ങനെയല്ല. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ചില അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ച് പറയുന്ന രീതി തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി ബോബി ചെമ്മണ്ണൂർ തുടരുന്നതെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ബോധിപ്പിക്കുകയും ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായ ലിങ്കുകളും കാര്യങ്ങളും ഇതെല്ലാം തന്നെ കൊടുക്കുകയും കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പങ്കെടുത്ത പരിപാടിയെ തന്നെയാണ് കോട്ട് ചെയ്തുകൊണ്ട് പ്രതിഭാഗം നിൽക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ പരിപാടിക്ക് ഇടയിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ തന്നെ അവർ അത് പറയുകയും ചെയ്യുന്നു. പരിപാടി കഴിയാറായപ്പോൾ പരാതിക്കാര് തന്നെ ബോബിയെ അഭിനന്ദിച്ചു എന്ന് പ്രതിഭാഗം ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. പിന്നീട് പരിപാടി കഴിഞ്ഞ് ഫേസ്ബുക്കിൽ തന്നെ നടി തന്നെ ആ ദൃശ്യങ്ങളും ഫോട്ടോകളും പങ്കുവച്ചു. ഇപ്പോഴും നടിയുടെ ഫേസ്ബുക്കിൽ ഈ ദൃശ്യങ്ങളും ഫോട്ടോകളും ഉണ്ട്. എന്നിട്ടാണ് ആ പരിപാടിയെ കുറിച്ച് പരാതിയുമായി വന്നിരിക്കുന്നത് എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് അവരുടെ പ്രതിഭാഗത്തു നിന്നും ഈ പ്രത്യേക പരിപാടിയെ കുറിച്ച് മാത്രമായി പറയുന്ന ഒരു ഭാഗമാണ്. ആ പരിപാടിയിൽ മാത്രം ഹണി റോസിന്റെ പരാതി നിൽക്കുന്നില്ല എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? കാരണം ഈ ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തെ കുറിച്ച് പറയുന്നുണ്ട്. ജിമ്മിലെ ഉദ്ഘാടന പരിപാടിക്ക് പോയപ്പോൾ അവിടെ വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പിന്തുടർന്ന് അല്ലെങ്കിൽ നിരന്തരമായി തനിക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നു എന്ന ഹണിയുടെ വാദം എന്തായാലും കോടതി പരിഗണിക്കാതിരിക്കില്ലല്ലോ. തീർച്ചയായും അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് തന്നെയാണ്. കാരണം ഈ ഒരു പരിപാടിയിലേക്ക് മാത്രമായിട്ട് ഇവരുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ മാത്രമായ ബോധപൂർവമായ ശ്രമങ്ങൾ ഈ പ്രതിഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ പരിപാടിയുടെ ലിങ്കുകൾ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അവർ പരാതി പറഞ്ഞിട്ട് എന്നതടക്കമുള്ള നിരവധിയായ കാര്യങ്ങൾ അവർ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഹണി റോസ് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തന്നെ പിന്തുടർന്നുകൊണ്ട് ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഈ ഒരു പരിപാടിയെ കുറിച്ച് മാത്രമല്ല, ഇത് കഴിയുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോയി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പിന്തുടർന്നുകൊണ്ട് തന്നെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് താൻ ഇത്തരം ഒരു പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറായതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിന്റെ എല്ലാം തന്നെ ഒരു വസ്തുത, അതിന്റെ ഒരു കണ്ടന്റ് കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ മാത്രവുമല്ല, ഈ നടി അവരുടെ നിസ്സഹായാവസ്ഥ വളരെ ദയനീയമായി തന്നെ ഈ പരാതിയിൽ ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പലർക്കും ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം ഇത് കുറെ കൂടി വഷളാകുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. ഇതിൽ ഉള്ളിൽ വേദന തനിക്ക് വലിയ കഠിനമായ വേദന തന്നെ ഉണ്ടായിരുന്നു. അമ്മ ഈ പരിപാടിയുടെ കോർഡിനേറ്ററെ വിളിച്ച് അപ്പോൾ തന്നെ പറഞ്ഞതാണ് ഇതിൽ അവർക്ക് വലിയ രീതിയിലുള്ള മാനസിക വിഷമം ഉണ്ടാക്കി എന്നതെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടും വീണ്ടും ഇത് തന്നെ തുടർന്നു എന്നതാണ്. ജിമ്മിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെയും വന്ന ഇതേ രീതിയിൽ തന്നെയുള്ള ഒരു പരാമർശങ്ങളിലേക്ക് കടന്നു. അവിടെയും ഈ അശ്ലീല പരാമർശങ്ങൾ തന്നെ നടത്തുന്നു, ലൈംഗിക ചുവയോടുള്ള പരാമർശങ്ങൾ നടത്തും. ഒറ്റ നോട്ടത്തിൽ അതിന് കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ അത് മുഴുവനായും കുഴപ്പങ്ങൾ തന്നെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പറയുന്ന രീതിയിലുള്ളതാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ അഭിമുഖത്തിൽ അനാവശ്യമായും അനവസരത്തിലും എല്ലാം തന്നെ തന്റെ പേര് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് പുറകെ നടന്നുകൊണ്ട് തന്നെ ഉപദ്രവിക്കുന്നു. അതിൽ ഒരു ആസൂത്രിതമായ രീതിയിൽ തന്നെയാണ് ഈ കഴിഞ്ഞ കുറെ നാളുകളായി തനിക്ക് പുറകെ നടക്കുന്ന രീതി എന്ന് പറയുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ കോടതിക്ക് മുന്നിലുണ്ട്. കോടതി അത് പരിഗണിക്കുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഒരു പ്രതീക്ഷ നൽകുന്നത്. ഒപ്പം ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിൽ അത്
ഈ കേസിനെ മാത്രമല്ല, ഈ കേസിൽ ഈ പുതിയ വകുപ്പുകൾ പ്രകാരം നിലവിൽ ചുമത്തിയിട്ടുള്ള വകുപ്പ് BNS 75 അനുസൃതം എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അത്തരം വകുപ്പുകൾക്കെല്ലാം തന്നെയും അത് ഗൗരവതരമായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരം വകുപ്പുകൾ ചുമത്തപ്പെടുമ്പോൾ അതിന്റെ ഒരു അന്തസ്സത്ത കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് എന്ന് കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെടുത്തുന്നു. ഒളിവിൽ പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നു. കാരണം നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം നേടുന്നത് വരെയും ഒളിവിലിരിക്കാനുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടായതാണെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും കോടതി ഒരു വിധി പ്രസ്താവത്തിലേക്ക് അടക്കം പോകുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വാദപ്രതിവാദങ്ങൾ വളരെ രണ്ട് ഭാഗത്തുമുള്ള വാദപ്രതിവാദങ്ങൾ കുറെ നേരമായിട്ട് തന്നെ കോടതി ഉണ്ടായിരുന്നു. കോടതി തിങ്ങി നിറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു ആളുകൾ ഇത് സംബന്ധി എന്താണ് ഇതിനകത്ത് നടക്കുന്നത് എന്ന് കേൾക്കാനായിട്ട് എത്തിയിരുന്നത്. അതിലും അതിന്റെ ഒരു വിധി പ്രസ്താവം ഏതാണ്ട് 3 മണിയോടുകൂടി അടുത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. റിമാൻഡിലേക്ക് പോവുകയാണെങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരും. അത് എറണാകുളം സബ് ജയിലിലോ അതോ ജില്ലാ ജയിലിലോ ആയിരിക്കും. കാക്കനാടുള്ള ജില്ലാ ജയിലിലോ ആയിരിക്കും പോകേണ്ടത്. അത് ഏത് വിധേനയും തടയുക എന്ന രീതിയിൽ തന്നെയാണ് പ്രതിഭാഗം മുന്നോട്ട് നീങ്ങുന്നത്. ഇതിൽ ജാമ്യം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ മേൽക്കോടതിയെ വളരെ അടിയന്തിരമായി സമീപിക്കുക എന്നതടക്കമുള്ള നീക്കങ്ങൾ എല്ലാം തന്നെ ഇവർ നടത്തിയിട്ടുണ്ട്. ജാമ്യം നൽകിയാൽ ഒളിവിൽ പോകും എന്ന് തന്നെയാണ് ആവർത്തിച്ച് പ്രോസിക്യൂഷൻ ഇവിടെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും കാര്യങ്ങളിലെല്ലാം തന്നെ വൈകാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തും.